പശുക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ 3 മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്ന കേസിൽ പ്രതികളെ വെള്ളപൂശി കുറ്റപത്രം. പ്രതികളായ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഷമ്മി, ഈ ജൂൺ 7-ാം തീയതിയാണ് പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ 3 മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നത്. UP സ്വദേശികളായ തഹസീം, അതോടൊപ്പം തന്നെ ചാന്ദ് മിയാൻ ഖാൻ, സദാം ഖുറേഷി എന്നിങ്ങനെ 3 UP സ്വദേശികളായിരുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് ഇത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകർ തല്ലിക്കൊന്നത്. പിന്നീട് ഈ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുകയും ASP അടക്കമെല്ലാത്തിനെയും 14-അംഗ സംഘത്തെ രൂപീകരിച്ചിട്ട് അന്വേഷണമെല്ലാത്തിനെയും നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ ഈ പ്രതികളെ, ഈ യുവമോർച്ച പ്രവർത്തകരെ പൂർണ്ണമായും വെള്ളപൂശുന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ റായ്പൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് റായ്പൂർ ASP കീർത്തൻ റാത്തോഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകിയ കുറ്റപത്രത്തിൽ പ്രധാനമായും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലുള്ള ഒരു പ്രതികൾക്കെതിരെ ചുമത്തിരിക്കുന്ന വകുപ്പ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമം മാത്രമാണ്. പക്ഷേ ഈ 3 യുവാക്കളും കൃത്യമായി മർദ്ദനത്തിനിരയാവുകയും പിന്നീട് ഇവരെ മഹാനദിയുടെ മഹാനദിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തുന്ന സമയത്ത് പോലും ഇവർ ആക്രമണത്തിന് ഇരയാകുമ്പോൾ പോലും ഇവരുടെ UPയിലുള്ള ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് ഫോണിലൂടെ കൃത്യമായി തങ്ങൾ മർദ്ദനത്തിന് ഇരയാകുന്നതായി എല്ലാം തന്നെ ഇവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായി ഇവരുടെ ശരീരത്തെല്ലാം തന്നെയും മർദ്ദനമേറ്റ പാടുകൾ സഹിതം ഉണ്ടായിട്ടും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലാണ് ഈ ഒരു കേസിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ എരുമകളെ കൊണ്ടുപോകുന്ന ട്രക്ക്, ഈ ട്രക്കിനെ ഈ യുവമോർച്ച പ്രവർത്തകരായ 5 പേർ, അതിൽ യുവമോർച്ച പ്രവർത്തകരായ അതിൽ ജില്ലാ നേതാവ് അടക്കമാണ് പിടിയിലായിട്ടുള്ള. യുവമോർച്ച ജില്ലാ നേതാവ് രാജ അഗർവാൾ അടക്കം 5 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായത്. ഈ 5 പേരും ഈ എരുമകളെ കൊണ്ടുപോകുന്ന ട്രക്കിനെ പിന്തുടർന്നു. 53 കിലോമീറ്റർ ഇവർ പിന്തുടർന്നു. പിന്നീട് ഈ ട്രക്കിൻ്റെ ടയറിലേക്ക് ഇത്തരത്തിൽ വലിയ ആണി നിറച്ച മരക്കഷ്ണങ്ങളും മറ്റുമെല്ലാം തന്നെയും എറിയുകയും ട്രക്കിൻ്റെ ടയർ കേടാവുകയും ചെയ്തു. ഇങ്ങനെ ആ ഒരു സമയത്ത് ഈ ട്രക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ മഹാനദി പാലത്തിന് മുകളിൽ നിന്നും ഇവർ 3 പേരും ചാടി തനിയെ ജീവനൊടുക്കി എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് ഒരു നരഹത്യ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് ഈ കേസിനെ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ മാറ്റുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം റായ്പൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ 5 യുവമോർച്ച പ്രവർത്തകരെയും വെള്ളപൂശിക്കൊണ്ടും അവരെ രക്ഷിച്ചുകൊണ്ടുമുള്ള ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കൊല്ലപ്പെട്ട മുസ്ലിം യുവാക്കളുടെ വീടുകൾ, UPയിലെ വീടുകൾ, അവിടെയും ഇവർക്ക് നേരെ അല്ലെങ്കിൽ ഇവർക്ക് നീതിക്ക് വേണ്ടി അവിടെ UP ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാർ പോലും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടുമില്ല. എന്തായാലും വളരെ വലിയ ഒരു മോശം അവസ്ഥയിലൂടെ ജീവിച്ചു വരുന്ന 3 കുടുംബങ്ങളായിരുന്നു. ആ 3 കുടുംബങ്ങളുടെയും ഏക അത്താണിയാണ് ഈ 3 യുവാക്കൾ. ഈ 3 യുവാക്കളുടെ കൊലപാതകമാണ് ഇപ്പോൾ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ട് ഒരു കുറ്റപത്രം റായ്പൂർ കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, പശുക്കടത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ആകമാനം വളരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളുമാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഈ ഒരു ഗോ സംരക്ഷകർ എന്ന പേരിൽ യുവമോർച്ചയും സംഘപരിവാര പ്രവർത്തകരും വളരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ സംഭവമാണ് ഈ കഴിഞ്ഞ ജൂൺ 7-ന് 3 മുസ്ലിം യുവാക്കളെ ഛത്തീസ്ഗഡിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസാണ് ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാക്കി മാറ്റിക്കൊണ്ട് ഈ പ്രതികളെ രക്ഷിക്കുന്ന ഒരു നിലപാട് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോട് യാതൊരുവിധ നീതി പുലർത്താതെ UP ഭരിക്കുന്ന BJP സർക്കാരും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഷമ്മി, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മനുഷ്യന് ഉപജീവനം നടത്തി ജീവിക്കാൻ പോലുമുള്ള അവകാശം രാജ്യത്തിൻ്റെ പല ഭാഗത്തും നിഷേധിക്കപ്പെടുന്നു. അതിന് അനുകൂലമായി ഭരണകൂടങ്ങളും നിൽക്കുന്നു. വിവരങ്ങൾ നൽകിയത് സിബി.